അമ്മയുടെ നല്ലൊരു പൊന്നു മോനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണോ? അമ്മയുടെ ഒരു വലിയ സ്വപ്നം രോഹിത് സത്യമാക്കി കൊടുത്ത് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. അത് തന്നെയാണ്. അപ്പൊ പട്ടിണിയും പരിവട്ടൊക്കെ ആയിരുന്നു. ആ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഒരു കള്ളുകൂടിനെ കല്യാണം കഴിക്കേണ്ടി വന്നത്. ചോദിക്കാനും പറയാനും ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ പുള്ളിക്കാരന് ഉത്തരവാദിത്തം ഇല്ലാഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് കുമാർ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. കാരണം സോഷ്യൽ മീഡിയയിൽ ഈ പ്രശ്നം അത്രക്കും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനായിട്ട് ഈ വിഷയത്തെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്താണ് സംഭവം ഞാനൊന്ന് ചുരുക്കി പറയാം. ഒരു 6 ദിവസം മുന്നേ ഇവന്റെ സ്വന്തം അമ്മയെയും പെങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പെറ്റ് പോറ്റിയ സ്വന്തം അമ്മയ്ക്കെതിരെയും കൂടപ്പിറപ്പായിട്ടുള്ള സ്വന്തം പെങ്ങൾക്കെതിരെയും ഇവൻ പറഞ്ഞു വിട്ട അപരാധം അത് കണ്ട സമയത്ത് രണ്ടെണ്ണം പറയണമെന്ന് തോന്നി. എന്തായാലും അന്ന് ഇവൻ ചെയ്ത ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. 7 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. പണ്ട് എന്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്തു. വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. അച്ചോടാ പാവം. അങ്ങനെ നമ്മുടെ പ്രശ്നേഷ് ഒരു അനാഥ പ്രേതത്തെ പോലെ അലയുകയാണ് സുഹൃത്തുക്കളെ, അലയുകയാണ്. എന്തായാലും സ്വന്തം അമ്മ കുറച്ച് ഗുണ്ടന്മാരെയും ഗുണ്ടികളെയും വെച്ച് തന്നെ തല്ലിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നേഷ് പറയുന്നത് അല്ലെ. എന്തായാലും ഈ ഗുണ്ടി എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണാവോ? ഗുണ്ടകളുടെ സ്ത്രീലിംഗത്തെ ആയിരിക്കും അല്ലെ ഗുണ്ടി എന്ന് പറയുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിവേ, അപ്പൊ നാട്ടിലെ കുറച്ച് ഗുണ്ടികൾ പ്രശ്നേഷിനെ കയ്യേറ്റം ചെയ്തു എന്നാണ് പ്രശ്നേഷ് ഇപ്പൊ പരാതിപ്പെടുന്നത്. എന്തൊക്കെയായാലും അതിനിടയ്ക്ക് ഇവൻ സ്വന്തം പെങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പഠിക്കാനും പോകാതെ ജോലിക്കും പോകാതെ കണ്ട അപ്പുറത്തും ഇപ്പുറത്തും കണ്ട ആണുങ്ങളുമായി ചാറ്റ് ചെയ്യുന്നവളെന്ന് അല്ലെ. ഇതിലൂടെ അവന് പറയാതെ പറഞ്ഞു വെക്കുന്നത് സ്വന്തം പെങ്ങൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നവളാണ് എന്നല്ലേ. എങ്ങനെയാണ് ഇവന് സ്വന്തം പെങ്ങളെ കുറിച്ച് ഇങ്ങനെ പച്ചപരാധം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ തോന്നുന്നത്? പറഞ്ഞു വരുമ്പോൾ ഇവൻ ഈ ഗ്രീൻ ഹൗസ് ക്ലീനിങ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയ സമയത്ത് അവിടെ ആദ്യമായി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തവളാണ് ഇവന്റെ പെങ്ങൾ എന്ന് പറയുന്നത്. അവളെ കുറിച്ചാണ് ഇവൻ ഈ പച്ചപരാധങ്ങളൊക്കെ പഠിച്ചു വിടുന്നത്. ഇത്രയൊക്കെ ചെയ്തു തന്ന സ്വന്തം പെങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ ഇവന് നാണമില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരുപക്ഷെ ഇവൻ പറയുന്നത് ശരിയാകാം, തെറ്റാകാം, അത് രണ്ടാമത്തെ കാര്യം. ഇവൻ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ ഇവന്റെ പെങ്ങൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നവളാകാം, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ വന്ന് പറയാതിരിക്കുക എന്നുള്ളതല്ല മാന്യത എന്ന് പറയുന്നത്. കാരണം സ്വന്തം പെങ്ങളാണ്, അവൾക്കൊരു ജീവിതമുണ്ട്, അതെങ്കിലും ഇവൻ ചിന്തിക്കണ്ടേ. ഇതങ്ങോട്ട് വന്നിരുന്ന് പറയാൻ അവളെ കുറിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ളവനുമായി ചാറ്റ് ചെയ്യുന്നവളെന്നൊക്കെ. എന്തായാലും കൊള്ളാം, സ്വന്തം പെങ്ങളെ കുറിച്ച് പച്ചപരാധം പറഞ്ഞു വരുത്തുന്ന മാന്യനായിട്ടുള്ള ഒരു ആങ്ങള എവിടെ കിട്ടൂല ഇതുപോലെ തങ്കം പോലത്തെ ഒരു ആങ്ങള അല്ലേ. എനിവേ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ വീട്ടിൽ വെച്ച് പെങ്ങളെയും അമ്മയുമായി അടിയുണ്ടായി. വീട്ടിൽ നിന്നും പുറത്തായതിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ പറയുന്ന പ്രശ്നേഷ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ വീട്ടിൽ നിന്നും പുറത്താകാനുള്ള കാരണം എന്തായിരിക്കും അതും കൂടി നോക്കണമല്ലോ. അതിലേക്ക് നോക്കുമ്പോൾ സംഭവം ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് ഒരമ്മയും 2 മക്കളുമായി കഴിയുന്ന ഒരു കുടുംബമാണ്. ഇവരുടെ അച്ഛനാണെങ്കിൽ ഒരു കള്ളുകൂടിയനായിരുന്നു, മറ്റേതോ സ്ത്രീയുമായി അവിഹിത ബന്ധം ഉണ്ടായി, പിന്നീട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് ഈ പ്രശ്നേഷ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഈ അമ്മ തന്റെ 2 മക്കളെയും ഒറ്റക്കാണ് പോറ്റിയത്. ഇനി ഇവര് താമസിക്കുന്ന വീടെന്ന് പറയുന്നത് ഇവർ പണയത്തിന് വാങ്ങിച്ച വീടാണ്. ഈ പണയത്തിന് വാങ്ങിക്കുക എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മൾ ഹൗസ് ഓണർക്ക് അവർ ആവശ്യപ്പെട്ട നിശ്ചിത തുക കൊടുക്കും. അത് തിരിച്ചു തരുന്നത് വരെ ആ ഹൗസ് ഓണറുടെ വീട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് താമസിക്കാം. അവർ ആ പൈസ തിരിച്ചു തന്നാൽ മാത്രം നമുക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുത്താൽ മതി. പക്ഷെ കരാറ് പ്രകാരം അവർ എപ്പോഴാണോ ആ പൈസ തിരിച്ചു തരുന്നത് ആ സമയം നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. എന്തായാലും അത് പ്രകാരം ഇവർ ഹൗസ് ഓണർക്ക് 7 ലക്ഷം രൂപ അങ്ങോട്ട് പണയത്തിന് കൊടുത്തിട്ടാണ് താമസിക്കുന്നത്. 7 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതിൽ 5 ലക്ഷം രൂപ ഈ അമ്മയുടെ ക്യാഷാണ്. ബാക്കി 2 ലക്ഷം രൂപ ഈ പറയുന്ന പ്രശ്നേഷ് എന്ന് പറയുന്ന രോഹിത് കൊടുത്തതാണ്. അങ്ങനെ ഇരിക്കെ ഈയിടെയായിട്ട് ഈ പ്രശ്നേഷിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് വലിയ വരുമാനമൊന്നുമില്ല. ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഇവർ ഏണിങ്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എങ്ങനെ ഉണ്ടാവും? ഈ ഓവർ വൃത്തി കാണിച്ച് എല്ലാവരും പിടിച്ച് ഏറി കയറ്റല്ലേ. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് പ്രശ്നേഷിന്റെ ഭാര്യയും കൂടി അബ്രോഡ് പോകാൻ വേണ്ടി തീരുമാനം എടുക്കുന്നത്. ഈ അബ്രോഡ് പോകണമെങ്കിൽ എന്താക്കണം? പൈസ ആണല്ലോ. പ്രശ്നേഷിന്റെ കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല. അങ്ങനെ പ്രശ്നേഷ് എന്താക്കി നേരെ അമ്മയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് അമ്മയോട് അങ്ങ് പറഞ്ഞു,
അമ്മ വീടിന് പണയത്തിന് വേണ്ടി കൊടുത്ത 7 ലക്ഷം രൂപ ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 ലക്ഷം രൂപ എനിക്ക് തരണം, ഞാൻ ഗൾഫിൽ പോവാണെന്ന്. അപ്പൊ അമ്മ തിരിച്ച് മറുപടി പറഞ്ഞു, മോനെ എന്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, ഹൗസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ആയിട്ട് തരില്ല, നമ്മൾ കൊടുത്ത 7 ലക്ഷം രൂപ മുഴുവനായിട്ട് തരത്തുള്ളൂ. അങ്ങനെ തന്നു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും, അതുകൊണ്ട് ഉപ്പ ആ പൈസ തിരിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല എന്ന്. പോട്ടെ സാരില്ല എന്ന് കരുതി പ്രശ്നേഷ് എന്താക്കി, നേരെ പെങ്ങളടുത്ത് ചെന്ന് ചോദിച്ചു, നിന്റെ മാലൊന്നും തരണം, എനിക്ക് ഗൾഫിൽ പോകാൻ വേണ്ടി പണയം വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് കേട്ട് പെങ്ങൾ എന്താക്കി, തന്റെ മാല ഊരി കൊടുക്കാൻ തയ്യാറായില്ല. ഇത് എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കരുതി വെച്ച മാലയാണെന്നും പറഞ്ഞുകൊണ്ട് അത് അവിടെ തന്നെ അങ്ങ് വെച്ചു. ഇത് പ്രശ്നേഷിന് തീരെ അങ്ങ് പിടിച്ചില്ല. അങ്ങനെ പ്രശ്നേഷും പെങ്ങളും തമ്മിൽ വർത്താനായി. പെങ്ങളെ കയറി പ്രശ്നേഷ് തല്ലിയെന്നൊക്കെയാണ് പറയുന്നത്. ആ സമയത്ത് അമ്മ എന്താക്കി, പ്രശ്നേഷിന് പെങ്ങളെ കൂടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. അതോടെ പ്രശ്നേഷിന് അമ്മയും പെങ്ങളും ശത്രുക്കളായി മാറി. പണ്ട് അച്ഛനായിരുന്നു പ്രശ്നേഷിന്റെ ശത്രു, ഇപ്പൊ അത് അമ്മയും പെങ്ങളുമായി ശത്രു. ഇനി നാളെ ആ ഭാര്യയും കൂടി ശത്രു ആവാതിരുന്നാൽ മതി. ഇവന്റെ സ്വഭാവം വെച്ച് മിക്കവാറും അത് ഉണ്ടാകും. എന്തായാലും പ്രശ്നം ഈ രീതിയിലൊക്കെ ആയതോടെ നാട്ടുകാർ വീട്ടിലേക്ക് ഓടിക്കൂടാൻ തുടങ്ങി. എല്ലാവരും കൂടി പ്രശ്നേഷിനെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടു. ഇതിനെയാണ് ഇവൻ നേരത്തെ വീഡിയോയിൽ വന്നിട്ട് അമ്മ ഗുണ്ടകളെയും ഗുണ്ടികളെയും വെച്ച് എന്നെ തല്ലിച്ചു എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ഇത്രയൊക്കെ ആയപ്പോൾ ഇവനെന്താക്കി, ഇവനെ ദേഷ്യം സോഷ്യൽ മീഡിയയിൽ വന്ന് തീർക്കാൻ തുടങ്ങി. അമ്മയെ കുറിച്ചും പെങ്ങളെ കുറിച്ച് ഇങ്ങനെ വീഡിയോസ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. ഇവനെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ കഴിഞ്ഞ 3-4 വീഡിയോസ് ഇവരെ കുറിച്ച് മാത്രമാണ്. അതിനൊക്കെ നല്ല റീച്ചും കയറാൻ തുടങ്ങി കേട്ടോ. 1 ലക്ഷം 2 ലക്ഷം വ്യൂസ് ഒക്കെ കയറാൻ തുടങ്ങി. പക്ഷെ ഇവന്റെ വീഡിയോ കണ്ട ആൾക്കാർക്ക് ഇവന്റെ സൈക്കോളജിക്കൽ മൂവ് എന്താണെന്നുള്ളത് നല്ലോണം മനസ്സിലായി. ഇവൻ മറ്റേ പ്രവീൺ പ്രണവ് 2.0 കളിക്കാൻ നോക്കിയതാണ് സംഭവം. അമ്മയും പെങ്ങളെയും വെച്ച് സോഷ്യൽ മീഡിയയിൽ അപരാധം പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കിയെടുക്കാം, എന്നിട്ട് ആ ക്യാച്ച് കൊണ്ട് അബ്രോഡിലേക്ക് പോവാ. ഇതായിരുന്നു ഇവന്റെ മൂവ്. പക്ഷെ ആൾക്കാർക്ക് അത് പെട്ടെന്ന് പിടി കിട്ടി കേട്ടോ. ഇവന്റെ അപരാധം പറച്ചിൽ കേട്ട് എല്ലാവരും കൂടി എന്താക്കി, ഇവനെ പിടിച്ച് നല്ലോണം കയറി കയറ്റി. സംഭവം ഓൾറെഡി ഇവനെതിരെ നല്ല ഹെയ്റ്റ് ഉണ്ട്, അറിയാലോ. ഇവന് വീഡിയോയിലൊക്കെ വന്ന് ഓവർ വൃത്തി കാണിക്കുന്ന കാരണമായിട്ട് ഇവന് നല്ല ഹെയ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആയ സമയത്ത് കിട്ടിയ അവസരം നോക്കി ഇവൻ എല്ലാവരും കൂടി പിടിച്ച് കയറി കയറ്റി എന്നുള്ളതാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇവൻ അവസാനിപ്പിച്ചില്ല കേട്ടോ. ഇവൻ വീണ്ടും വീണ്ടും അമ്മയ്ക്കും പെങ്ങൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം സായി കേട്ട് അമ്മയും പെങ്ങളും എന്താക്കി, നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. അത് വലിയ വാർത്ത ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിലൊരു വാർത്ത നമുക്കൊന്ന് കണ്ടോക്കാം. യൂട്യൂബ് വ്ളോഗറിനെതിരെ കേസ്. ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് സർവീസ് യൂട്യൂബ് ചാനൽ ഉടമ രോഹിത്തിനെതിരെ സഹോദരിയുടെയും അമ്മയുടെയും പരാതിയിൽ ആലപ്പുഴ വനിതാ പോലീസ് കേസെടുത്തു. സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു എന്നതാണ് പരാതി. സഹോദരിയെയും അമ്മയും അപമാനിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതായും പരാതിയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയായി കാര്യങ്ങൾ. ഒരു നോർമൽ മാല തർക്കത്തിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്കും കേസിലേക്കും വരെത്തിയ കാര്യങ്ങൾ. എന്തായാലും കേസ് കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ പ്രശ്നേഷിന് അമ്മയും പെങ്ങളും മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പറയാൻ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടോക്കാം. അത് കാശും പണവും ഈ പറഞ്ഞ കണക്ക് ഗോൾഡും ഒക്കെ വേണമായിരുന്നു. അപ്പോൾ അതിനെ എതിർത്തതിനെ തുടർന്നാണ് ആദ്യം വീട്ടിൽ പ്രശ്നം ഉണ്ടായത്. അമ്മ കിടന്ന് കരഞ്ഞു, എൻ്റെ കൊങ്ങയ്ക്കും മുടിയിലും കുത്തിപ്പിടിച്ചിരിക്കെ അടിച്ചിട്ട് കൊങ്ങയ്ക്കും മുടിയിലും കുത്തിപ്പിടിച്ചിരിക്കെ അമ്മ കിടന്ന് കരഞ്ഞു കേട്ടിട്ട് നാട്ടുകാർ ഓടി വന്ന് നാട്ടുകാരുൾപ്പെടെ ഇത് കണ്ടതാണ്. ഓടി വന്നതിന് ശേഷമാണ് എന്നെ വിട്ടത്. ആ സമയത്ത് നാട്ടുകാരും കണ്ടതാണ്. ദൃക്സാക്ഷികൾ എൻ്റെ അമ്മയും നാട്ടുകാരുമാണ്. അല്ലാണ്ട് അമ്മ മോനായതുകൊണ്ട് തന്നെ പോലീസിൽ പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പോലീസിലും പോയില്ല. ഡോക്ടറെയും കാണണ്ട എന്നുവെച്ചാൽ അവർ അവിടുന്ന് ഡയറക്റ്റ് കേസ് വിട്ടാലോ എന്നോർത്ത് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. ഇപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് കള്ളത്തരോ എന്ന് പറയുന്നത്. ഓക്കെ, സ്വന്തം മോനല്ലേ വേണ്ടാന്ന് വെച്ച് പേര് ഒഴിവാക്കിയതാണ്. പക്ഷെ എന്ത് ചെയ്യാനാകും? സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ നിരന്തരമായി അപമാനിക്കുമ്പോൾ കേസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ തന്റെ കൊങ്ങയിൽ കുത്തി പിടിക്കാൻ നോക്കി എന്നുള്ളതാണ് ഇവിടെ പെങ്ങൾ ആരോപിക്കുന്നത് അല്ലേ. അത് കണ്ടാണ് നാട്ടുകാർ ഇവനെ ഓടിച്ചു വിട്ടതെന്നും പറയുന്നുണ്ട്. എനിവേ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഞാനിവിടെ ഏറ്റവും ഷോർട്ടായിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഇതിന് ഷോർട്ടായിട്ട് പറയാൻ എനിക്കറിയില്ല. ഭയങ്കര വാസ്റ്റായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് മുഴുവനായിട്ടും പറയുകയാണെങ്കിൽ 2 മണിക്കൂർ വീഡിയോ ചെയ്യേണ്ടി വരും. എനിവേ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇവൻ സോഷ്യൽ മീഡിയയിൽ ഇത്രയും റീച്ച് ഉണ്ടാക്കിയത് സ്വന്തം അമ്മയെ വെച്ചിട്ടാണ്. അതും കൂടി പറയണല്ലോ. ഈ പ്രശ്നേഷ് എന്ന് പറയുന്നവൻ ഒന്നുമല്ലാത്ത കാലത്ത് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് അമ്മയെ വെച്ചായിരുന്നു. അവൻ പണ്ട് ചെയ്ത് ഏറ്റവും വൈറലായ അമ്മയെ വെച്ചുള്ള ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഈ അച്ഛനും വലിയച്ഛനും കൂടി കള്ളു കുടിക്കുന്നതും കുടിച്ചിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ തല്ലുകൂടുന്നതൊക്കെ കുട്ടിക്കാലത്ത് സ്ഥിരം കാഴ്ചകളായിരുന്നു. അങ്ങനെ മിക്കപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും കുതിരപ്പന്തി പാർട്ടി ഓഫീസിന് മുന്നിലൊക്കെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലും കയറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്. ഒരു ദിവസം അലക്കിട്ടുന്ന തുണി എടുത്തുകൊണ്ടിരുന്ന അമ്മയുടെ കൈ അച്ഛൻ പണിയാതം വെച്ച് തല്ലിയൊടിച്ചത് എന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് യാതൊരു പ്രകോപനവും ഇല്ലാണ്ടുണ്ടായ അച്ഛന്റെ ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ നിലവിളിക്കാൻ പോലും പറ്റാണ്ട് അമ്മ അവിടെ ഇരുന്ന് പോവുകയാണ് ഉണ്ടായത്. കളിയും ചിരിയായിട്ട് സന്തോഷത്തോടെ കടന്നുപോയ കുട്ടികൾ എന്റെ ലൈഫിൽ കടന്നുപോയത് ഇതുപോലെയുള്ള ഭയാനകമായ ഓർമ്മകളിലൂടെയാണ്. കള്ളുകൂടി എന്നുള്ള പ്രക്രിയയെ അന്ധമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖജനാവ് നിറയ്ക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്നെ പോലുള്ള കള്ളുകൂടിയന്മാരുടെ മക്കളുടെ കണ്ണീരിനൊന്നും വലിയ വിലയില്ലെന്ന്. പണവും പവറും ഇല്ലെങ്കിൽ നീതി കിട്ടാത്ത നമ്മുടെ നാട്ടിൽ സ്വന്തം ഭർത്താവിന്റെ കൊടും ക്രൂരതകൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ. ഒരു ചെറിയ ഗ്രാമത്തിൽ പിറന്നത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ വളർന്ന് ഒരു കള്ളുകൂടിയനെ കല്യാണം കഴിക്കേണ്ടി വന്നത്. ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കൾക്കും മുന്നിൽ തളർന്നു കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശി. അവസാനം പറഞ്ഞ ശരിയാണ്. ഇപ്പൊ വേണമെങ്കിൽ അത് മാറ്റി പറയാം. ഞാൻ എന്റെ സ്വന്തം പെങ്ങളുടെ മാല തട്ടിപ്പറിക്കാൻ നോക്കിയപ്പോൾ ആ പെങ്ങളുടെ കൂടെ നിന്ന് എന്റെ അമ്മയുടെ ആശയാണ് ഇപ്പൊ എന്റെ വാശിയെന്ന്. ആ വാശി പുറത്താണല്ലോ ഇപ്പൊ അവൻ അമ്മയ്ക്കെതിരെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനെ കണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അധികമൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. എനിവേ, ഇങ്ങനെ പണ്ട് അമ്മയെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തവനാണ്. വീഡിയോക്ക് 60-70 ലക്ഷം വ്യൂസ് കിട്ടിക്കണം കേട്ടോ. ഇങ്ങനെയാണ് അവൻ സോഷ്യൽ മീഡിയയിൽ ചുവട് വെച്ച് തുടങ്ങുന്നത്, അമ്മയുടെ കഥകൾ പറഞ്ഞിട്ട്. അത് വെച്ച് അത്യാവശ്യം റീച്ച് ആയപ്പോഴാണ് ഇവൻ ഓവർ വൃത്തിയും പറഞ്ഞ് ജനങ്ങളുടെ ഊക്ക് മേടിച്ച് വാങ്ങാൻ തുടങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ ഇവൻ സോഷ്യൽ മീഡിയയിൽ ഈ നിലയിൽ എത്താൻ കാരണക്കാരി ഇവൻ അമ്മയാണെന്ന് തന്നെ വേണം
വേണമെങ്കിൽ പറയാം. കഴിഞ്ഞില്ലേ കേട്ട് ഇവൻ മറ്റൊരു ഇന്റർവ്യൂവിൽ അമ്മനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഉഫ് മക്കളെ ഒന്ന് കേട്ടോക്കി. അമ്മയുടെ നല്ലൊരു പൊന്നു മോനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണോ? അമ്മയുടെ ഒരു വലിയ സ്വപ്നം രോഹിത് സത്യമാക്കി കൊടുത്ത് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. അത് തന്നെയാണ്. കാരണം കൊച്ചിയിലാണെങ്കിലും അമ്മയുടെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയുടെ അമ്മ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്യാൻസർ വന്ന് മരിച്ചു പോയതാ. അത് കഴിഞ്ഞിട്ട് അമ്മയാണ് വളർത്തിയത്. പുള്ളിക്കാരി പാടത്തൊക്കെ പോയിട്ട് കർഷക സ്ത്രീയൊക്കെ ആയിരുന്നു. അപ്പോൾ പട്ടിണിയും പരിവട്ടൊക്കെ ആയിരുന്നു. ആ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഒരു കള്ളുകൂടിനെ കല്യാണം കഴിക്കേണ്ടി വന്നത്. ചോദിക്കാനും പറയാനും ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ പുള്ളിക്കാരന് ഉത്തരവാദിത്വം ഇല്ലാഞ്ഞുകൊണ്ട് ഒന്ന് തിരക്കാൻ പോലും ആളില്ലായിരുന്നു. അങ്ങനെ പെട്ടുപോയതാ. പക്ഷെ ട്രാപ്പായി പോയിട്ട് ഇന്നത്തെ പോലെ ഒരു ഡൈവേഴ്സിറ്റി ചെയ്യാനാണെങ്കിൽ പോലും തിരിച്ചു പോകാൻ സ്ഥലമില്ല. വീട് വിട്ടിട്ടാ കെട്ടിച്ചു വിട്ടത്. അമ്മയുടെ അമ്മയാണെങ്കിൽ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവിന്റെയും വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ നമുക്കും സ്വന്തമായിട്ട് പോകാനൊരു സ്ഥലം ഇല്ലാഞ്ഞുകൊണ്ട് ഷി വാസ് റിയലി ട്രാപ്ഡ് ദേർ. അതെ, എന്തായാലും അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ അമ്മയെ മകൻ നന്നായി ഇപ്പൊ പീസാക്കി വെക്കുന്നുണ്ട്. ഇത്ര നന്നായി ഒരു അമ്മയെ മകൻ എങ്ങനെ പീസാക്കി വെക്കാൻ കഴിയും അല്ലേ? അപമാനിക്കാവുന്നതിന്റെ മാക്സിമം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അമ്മയും പെങ്ങളെയും അപമാനിക്കുന്നുണ്ട്. അതുപോലെ പീസ്ഫുൾ ആക്കി വെക്കാൻ ഇവനൊക്കെ ഉണ്ടല്ലോ പറഞ്ഞ ഞാൻ കൂടി പോകും. എന്തായാലും സാഹചര്യത്തിനനുസരിച്ച് സ്വന്തം അമ്മയും പെങ്ങളെയും പൊക്കി പറയുകയും എന്നാൽ സാഹചര്യം മാറുമ്പോൾ അവരെ താഴ്ത്തി കെട്ടുകയും ചെയ്യുന്ന ഇത്തരം ആളുകളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.